ഹായ് ഓൾ, ഇന്നൊരു ഈവനിങ് റൈഡിന് പോയാലോ? അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ബാലറ്റ് ബീച്ചിലോട്ടാണ്. അപ്പോൾ ഇക്കാര്യം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. മെയിൻലി ഈ ഒരു ബീച്ചിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ പാർക്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പാർക്സ് ഉണ്ട്, ഓരോരോ സെക്ഷൻ വൈസ് ആയിട്ട് കുറേ പാർക്കും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കുതിരയും കാര്യങ്ങളൊക്കെ ബീച്ച് സൈഡിലുണ്ട് കേട്ടോ. അപ്പം ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഞാൻ കണ്ടതിൽ സർപ്രൈസ് ആയത് അവിടുത്തെ സ്കൈയുടെ കളറായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നേ വരെ ഈ ഒരു കളറിൽ സ്കൈ കണ്ടിട്ടേ ഇല്ല. ഇതൊരു എഡിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടുത്തെ കളർ എന്ന് പറയുന്ന ഒരു പിങ്കിഷ്, ഒരു ഓറഞ്ച് ഷെയ്ഡിലെ സ്കൈ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ തന്നെ കാണുന്ന എക്സാക്റ്റ് കളർ തന്നെയാണത്. പിന്നെ കുറേ നേരമൊക്കെ ഹൈസോനും കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ മെയിൻലി വന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ സ്ലൈഡിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവൻ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും അവൻ എന്തായാലും ഉണ്ട്. ഈ ഒരു പാർക്കിൽ മെയിൻലി ഫോക്കസ് ചെയ്തേക്കുന്നത് കൂടുതലും കൊച്ചു കുട്ടികളുടെ ഗെയിം ഐറ്റംസ് കാര്യങ്ങളായിട്ടാണ്. അവിടെ കുറേ റെൻറ്റൽ ബൈക്സ്, കാർസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കൊച്ചു കുട്ടികൾ കളിക്കാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അവിടെ നല്ല കാറ്റുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചെന്തായാലും നടന്ന് റൂമിലോട്ട് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ നേരെ കാറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഹൈസൂന് കുറച്ച് നേരം കൂടെ അവിടെ തറയിലൊക്കെ ഒന്ന് ഓടാനും കാര്യങ്ങൾക്കായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചതാ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള എൻ്റർടൈനിങ് വ്ളോഗ്സൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.